നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിലെ ജീവനം മനോഹരം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. ജീവനം എന്ന് വെച്ചാൽ എന്താണ്? ജീവിതം. ജീവിതം മനോഹരമാണ്. ആമുഖം നോക്കാം. സ്നേഹഃ, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത ഇത്യാദയഃ സദ്ഗുണാഃ മാനവജീവനെ അത്യന്താപേക്ഷിതാഃ ഭവന്തി. സ്നേഹം, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യജീവിതത്തിന് അത്യാവശ്യമാണ്. ഗുണാനേതാൻ വിഹായ മാനവജീവനം അപൂർണം അസുന്ദരം ച ഭവേത്. ഈ ഗുണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യജീവിതം എന്താണ് അപൂർണവും സുന്ദരമല്ലാത്തതുമാണെന്നാണ് പറയുന്നത്. അപൂർണവും അസുന്ദരവുമാണ്. പിന്നോ ഏതാനാം ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണായ ശാസ്ത്രാനുഗുണ ജീവനായ ഏവം ജീവിത പുരോഗത്യേഹി ചലനാധിഷ്ഠിത വിദ്യാഭ്യാസായ ആവശ്യം സാമാർജനീയോ ഭവേത്. ഇത്തരം ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ശാസ്ത്രാനുസൃതമായിട്ടൊരു നല്ല ജീവിതം നയിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്കുമൊക്കെ അത്യാവശ്യമായൊരു കാര്യമാണ് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന 3 പാഠങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? മധുരം രുചിരം, ആപാതിമിത്രം മിത്രം, ശാസ്ത്രകൗതുകം. ഈ 3 പാഠങ്ങളാണ് നമുക്ക് ഈ ഏകകത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മുടെ 1ാമത്തെ പാഠത്തിന്റെ പേരാണ് മധുരം രുചിരം. മധുരം മധുരം, രുചിരം രുചികരം. അപ്പൊ നമുക്ക് ആമുഖം നോക്കാം. മഹതഃ സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പാലനീയാനി ഏവ. മഹതഃ വലിയൊരു സമൂഹത്തിന്റെ നിർമ്മാണത്തിന് ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിക്കേണ്ടതാണ്. അതഃ മാനവജീവനെ ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണം ആവശ്യം ഭവതി. അതുകൊണ്ട് നമ്മുടെ മനുഷ്യജീവിതത്തിന് ഈ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടത് അത്യാവശ്യമാണ്. തദർത്ഥം സുഭാഷിതാനി മഹദുപകാരകാണി ഭവന്തി. അതിനായിട്ട് ഈ സുഭാഷിതങ്ങൾ വളരെയധികം ഉപകാരപ്പെടുന്നവയാണ്. തദൃശാണി ത്രീണി സുഭാഷിതാനി പാഠേ അസ്മിൻ പ്രതിപാദ്യതേ. അത്തരത്തിലുള്ള 3 സുഭാഷിതങ്ങളാണ് നമ്മുടെ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് 1ാമത്തെ സുഭാഷിതം നോക്കാം. ഐക്യം ബലം സമാജസ്യ തദഭാവേ സദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. നമുക്ക് അർത്ഥം നോക്കാം. ഐക്യം ബലം സമാജസ്യ തദഭാവേ സദുർബലഃ. സമാജസ്യ സമൂഹത്തിന്റെ ബലമെന്ന് പറയുന്നത് ഐക്യമാണ്, കൂട്ടായ്മയാണ്. തദഭാവേ സദുർബലഃ അതില്ലെങ്കിൽ സമൂഹം ദുർബലമായി തീരും, അല്ലെങ്കിൽ ബലമില്ലാത്തതായി തീരും. പിന്നോ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. രാഷ്ട്രത്തിന്റെ ഹിതം എന്താണ്? നല്ലത്. അപ്പോൾ രാഷ്ട്രത്തിന്റെ ഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, രാഷ്ട്രത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? നല്ല ഐക്യത്തെ പ്രശംസിക്കുന്നു. നല്ല ഐക്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നല്ലതുണ്ടാവുകയുള്ളൂ. പദച്ഛേദം നോക്കാം. തസ്മാദൈക്യം അതെങ്ങനെയാണ്? അത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. തസ്മാത് പ്ലസ് ഐക്യം. ഇനി നമുക്ക് ഈ സുഭാഷിതത്തിന്റെ അന്വയം നോക്കാം. അന്വയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സുഭാഷിതം എങ്ങനെയാ? പദ്യരൂപത്തിലുള്ളതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഒരു പ്രോസ് ഓർഡറിൽ എഴുതുന്നു. അതാണ് അന്വയം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സുഭാഷിതം പറയുമ്പോൾ നമ്മൾ ഒരു താളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ല എഴുതുന്നു. അപ്പോൾ അന്വയത്തിൽ നമ്മളത് കറക്റ്റായി എഴുതുന്നു. അതായത് പോയി അവൻ അവിടെ എന്ന് പറയുമ്പോൾ സുഭാഷിതത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അവൻ അവിടെ പോയി എന്ന് നമുക്ക് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അതാണ് അന്വയം എന്ന് പറയുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അന്വയം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഐക്യം സമാജസ്യ ബലം ഭവതി. ഐക്യം സമൂഹത്തിന്റെ ബലമാണ്. തദഭാവേ സഹ
സമാജഃ ദുർബലഃ ഭവതി. അത് ഇല്ലെങ്കിൽ സഹ എന്നവിടെ പറയുന്നത് സമാജഃ സമൂഹം ദുർബലമാകുന്നു. അപ്പൊ അതില്ലെങ്കിൽ സമൂഹം ദുർബലമാകുന്നു. തസ്മാത് രാഷ്ട്രഹിതൈഷിണ ദൃഢം ഐക്യം പ്രശംസന്തി. അതുകൊണ്ട് രാഷ്ട്രഹിതൈഷിണഃ അതായത് രാഷ്ട്രത്തിന്റെ ഹിതത്തെ നല്ലതിനെ ആഗ്രഹിക്കുന്നവര് നല്ല ദൃഢമായിട്ടുള്ള ഐക്യത്തെ പ്രശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാരാംശം നോക്കാം. സാരാംശം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സുഭാഷിതത്തിന്റെ അർത്ഥം എന്താണെന്ന് സംസ്കൃതത്തിൽ തന്നെ ആ സുഭാഷിതത്തിന്റെ അർത്ഥത്തെ കൊടുത്തിരിക്കുന്നതാണ്. അതായത് സമൂഹസ്യ ബലം ഐക്യമത്യം ഭവതി. സമൂഹത്തിന്റെ ബലം ഐക്യമാണ്. തസ്യ അഭാവേ സമാജഃ ദുർബലഃ ഭവതി. അതല്ലെങ്കിൽ സമൂഹം ദുർബലമായി തീരും. തസ്മാത് രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഃ ഐക്യം ധ്രുവം പ്രശംസന്തി. അപ്പോൾ രാഷ്ട്രത്തിന്റെ നല്ലതിനെ ആഗ്രഹിക്കുന്ന ജനങ്ങള് ഐക്യത്തെ പ്രശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സുഭാഷിതം നോക്കാം. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അധഃ ശ്വഃ കരണീയാനി കുര്യാദദ്ദൈവ ബുദ്ധിമാൻ. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി. ആർക്കും അറിയില്ല നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അധഃ ശ്വഃ കരണീയാനി കുര്യാദദ്ദൈവ ബുദ്ധിമാൻ. അതുകൊണ്ട് ബുദ്ധിമാന്മാര് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നു തന്നെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ പദച്ഛേദം നോക്കാം. കശ്ചിദപി അതെങ്ങനെയാ നമ്മൾ പിരിക്കുന്നത്? കശ്ചിത് പ്ലസ് അപി ഷോ ഭവിഷ്യതി. അത് ശ്വഃ ശ്വഃ നാളെ. അപ്പൊ ശ്വഃ പ്ലസ് ഭവിഷ്യതി. കുര്യാദദ്ദൈവ അതെങ്ങനെ പിരിക്കാം? കുര്യാദ് പ്ലസ് അദ്യ പ്ലസ് ഏവ. അന്വയം നോക്കാം. കിം കസ്യ ശ്വഃ ഭവിഷ്യതി ഇതി കശ്ചിത് അപി ന ജാനാതി. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. അതഃ ബുദ്ധിമാൻ ശ്വഃ കരണീയാനി കാര്യാണി അദ്യ ഏവ കുര്യാത്. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള ആളുകള് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നു. അതായത് ഒരു കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കാതെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. സാരാംശം നോക്കാം. ആഗമിനി നിമിഷേ കിം ഭവിഷ്യന്തി ഇതി യഹ കോയപി ന ജാനാതി. ആഗമിനി വരാൻ പോകുന്ന നിമിഷത്തില് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതഃ ബുദ്ധിമന്തഃ സമൂഹഹിതൈഷിണഃ സജ്ജനാഃ ശ്വസ്തന കാര്യേഷു അദ്യേവ സജ്ജാഃ ഭവേയുഃ. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ, സമൂഹത്തിന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകൾ, സജ്ജനങ്ങൾ, നല്ല ആളുകൾ എന്തു ചെയ്യുന്നു? നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അവര് ഇന്ന് തന്നെ ചെയ്യുന്നു. ശ്വഃ എന്ന് പറഞ്ഞാല് നാളെ, അദ്യ ഇന്ന്. അടുത്ത സുഭാഷിതം നോക്കാം. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ടസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വാചിത്. സർവഃ സർവം ന ജാനാതി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയില്ല. സർവജ്ഞോ നാസ്തി കശ്ചന സർവജ്ഞൻ അതായത് എല്ലാ കാര്യങ്ങളും അറിയുന്നതായിട്ട് ഒരാള് നാസ്തി ഒരാള് ഇല്ല. നൈകത്ര പരിനിഷ്ടസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വാചിത്. ജ്ഞാനം ഒരു വ്യക്തിയിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് ഇരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയോ അതിന്റെ പദച്ഛേദം നോക്കാം. നാസ്തി. നാസ്തി എന്ന് പറഞ്ഞാല് നാസ്തി ന അസ്തി ഇല്ല. പരിനിഷ്ടസ്തി പരിനിഷ്ഠ പ്ലസ് അസ്തി. നൈകത്ര ന പ്ലസ് ഏകത്ര. വിഗ്രഹാർത്ഥം നോക്കാം. സർവജ്ഞ. സർവജ്ഞ എന്ന വാക്കിന്റെ വിഗ്രഹാർത്ഥമാണ് സർവം ജാനാതി ഇതി. സർവം എല്ലാം അറിയുന്നവൻ, അതാണ് സർവജ്ഞൻ. ഇനി അന്വയം നോക്കാം. സർവഃ സർവം ന ജാനാതി എല്ലാവർക്കും എല്ലാം അറിയില്ല. കശ്ചൻ സർവജ്ഞഃ നാസ്തി ഒരാളും സർവജ്ഞൻ അതായത് എല്ലാം അറിയുന്ന ആളായിട്ട് ഇല്ല. ജ്ഞാനസ്യ ക്വാചിത് പുരുഷേവ പരിനിഷ്ഠ നാസ്തി. ജ്ഞാനം ഒരു സ്ഥലത്തോ ഒരു വ്യക്തിയിലോ മാത്രം നിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയും എല്ലാ അറിവും ഉള്ളതായിട്ടുള്ള ആളായിരിക്കത്തില്ല. ഏതൊരാൾക്കും അറിവിന് പരിധിയുണ്ട്. ഒരു മനുഷ്യനും
എല്ലാ അറിവുകളും ലഭിക്കുന്നില്ല. ഒരാൾ നമുക്ക് നമ്മളിപ്പോൾ വിചാരിച്ച ടീച്ചർ, അതിലും ടീച്ചറിന് കുറേ കാര്യങ്ങൾ അറിയാം, നമ്മളെക്കാട്ടിലും കുറേ കാര്യങ്ങൾ ടീച്ചറിന് അറിയാമെന്ന് വിചാരിക്കില്ല. പക്ഷേ ടീച്ചറിനും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത്, സർവജ്ഞനായിട്ടുള്ള ഒരാൾ ഇല്ല, എല്ലാം അറിയുന്ന ഒരാൾ ഇല്ല. സാരാംശം നോക്കാം. സർവഹ, സർവഹ എന്ന് പറഞ്ഞാൽ സർവേ ജനാഹ, എല്ലാ ആളുകളും. തദൈവ കശ്ചൻ പുമാനപി സർവജ്ഞഃ ന ഭവതി, ആരും സർവജ്ഞനായിട്ട് ഇല്ല. യതഃ ജ്ഞാനസ്യ സ്ഥിതിഃ ഏകത്ര സഭായാം വാ ദേശേ വാ തഥാ കസ്മിൻചിത് പുരുഷേ വാ ന വർത്തതേതി. അതുകൊണ്ട് ജ്ഞാനം ഒരു പുരുഷനിലോ അല്ലെങ്കിൽ ഒരു ആളിലോ അല്ലെങ്കിൽ ഒരു ദേശത്തോ മാത്രം ഒതുങ്ങുന്നതല്ല. ജ്ഞാനം എന്ന് പറയുന്നത് അത്ര വലുതാണ്. അത് അറിയുന്ന, അതായത് ഈ ലോകത്തുള്ള എല്ലാ അറിവും അറിയുന്ന ഒരാളും ഇല്ല. പിന്നോ ഈ അറിവെന്ന് പറയുന്നത് ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ആളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ അറിവെന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. വളരെ നമ്മൾ എത്ര 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 അറിഞ്ഞാലും പിന്നെയും നമ്മൾ അറിയാനായി ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അറിവെന്ന് പറയുന്നത് ഒരാളിലും ഒതുങ്ങുന്നില്ല, ഒരു സ്ഥലത്തും ഒതുങ്ങുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.